അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. കൊച്ചി ടു ബോംബെ, ബോംബെ ടു ലക്നൗ. നമ്മുടെ മഹാകുംഭമേളയ്ക്ക് പോവുകയാണ്. അതിനുള്ള യാത്ര ആരംഭിക്കുകയാണ് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന്. അവർ ടൂർ .1961 മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ ഞങ്ങൾക്ക് മൗനി അമാവാസി ദിവസം പങ്കെടുക്കുവാൻ സാധിച്ചു. അതിൻ്റെ കുറേ വിശേഷങ്ങളാണ് ഇനി നിങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. വിമാനമാർഗമാണ് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്കും ബോംബെയിൽ നിന്ന് ലക്നൌവിലേക്കും പോയത്. കുംഭമേളയ്ക്ക് പോകാനുണ്ടായ സന്ദർഭം ഇനി ഞാൻ വിവരിക്കാം. 144 കൊല്ലത്തിലൊരിക്കൽ പ്രയാഗ്രാജിൽ വെച്ച് നടക്കുന്ന മഹാകുംഭമേളയിൽ മൗനി അമാവാസി ദിവസം ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യണം എന്നൊരു ഉൾവിളി മൗനി അമാവാസിക്ക് 4 ദിവസം മുൻപ് രാത്രി 11 മണിക്ക് എനിക്കുണ്ടായി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. പിറ്റേ ദിവസം തന്നെ മലേഷ്യയിൽ നിന്നും പ്രയാഗ്രാജിലേക്ക് പോകുന്ന ഒരു ഗ്രൂപ്പിനെ കിട്ടി. പിറ്റേ ദിവസം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഈശ്വരാനുഗ്രഹം എന്ന് പറയട്ടെ, എക്കണോമി ക്ലാസ്സിൽ ബുക്ക് ചെയ്ത ഞങ്ങൾക്ക് കൊച്ചി എയർപോർട്ടിലെത്തിയപ്പോഴേക്കും ഫ്രീ ആയി അത് ബിസിനസ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടി. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ നിന്നും യാത്ര പുറപ്പെട്ടു. കൊച്ചിയിൽ നിന്നും ബോംബെയിലേക്ക്, ബോംബെയിൽ നിന്നും ലക്നൌവിലേക്ക്. ബിസിനസ് ക്ലാസ്സിലുള്ള യാത്ര വേണ്ടുവോളം ആസ്വദിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലായിരുന്നു യാത്ര. ഉച്ചയോടുകൂടി ഞങ്ങൾ ലക്നൌവിൽ എത്തിച്ചേർന്നു. അപ്പോഴേക്കും മലേഷ്യയിൽ നിന്നുള്ള സംഘവും അവിടെ എത്തിച്ചേർന്നു. ഒട്ടും സമയം കളയാതെ ലക്നൗ മുഴുവൻ ചുറ്റിക്കാണുവാൻ ഞങ്ങൾ പോയി. ബിസിനസ് ക്ലാസ്സിൽ ആദ്യം ഞങ്ങൾക്ക് കുടിക്കുവാൻ ഓറഞ്ച് ജ്യൂസാണ് വന്നത്. ബിസിനസ് ക്ലാസ്സിൻ്റെ സൗകര്യങ്ങളെല്ലാം വളരെ വലുതാണ്. സൈഡിലുള്ള ഹാൻഡ് റെസ്റ്റിൽ ഒരു ടീപ്പോയ് മാതിരി ഒരു സാധനം മടക്കി വെച്ചിരിക്കുന്നു. ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ അത് മുകളിലോട്ട് വരും. നിവർത്തി കഴിഞ്ഞാൽ ചെറിയൊരു ടേബിളായി. ലക്നൌവിൽ നിന്നും റോഡ് മാർഗം യാത്ര ആരംഭിച്ച് അയോധ്യ, പ്രയാഗ്രാജ്, കാശി, വാരണാസി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് വാരണാസിയിൽ നിന്നും ബാംഗ്ലൂർക്കും ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കും വിമാനമാർഗം യാത്രയായി. അയോധ്യ ശ്രീരാമചന്ദ്രൻ്റെയും കാശി വിശ്വനാഥസ്വാമിയുടെയും പൂർണ്ണ അനുഗ്രഹത്താൽ ഞങ്ങൾക്കൊരു പ്രയാസവും കൂടാതെ എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ച് തിരിച്ചു വരുവാൻ സാധിച്ചു. ഞങ്ങളുടെ വിമാനം പുറപ്പെടുകയായി. കാലത്ത് 7:30 മണിക്കാണ് കൊച്ചിയിൽ നിന്നും വിമാനം കയറിയത്. വിമാനം റൺവേയിലൂടെ പാഞ്ഞു. ടേക്ക് ഓഫിനുള്ള സമയമായി. അങ്കമാലിയും ആലുവയും കൊച്ചിയുമെല്ലാം ഞങ്ങൾക്ക് താഴെയായി. മുകളിൽ നിന്ന് നോക്കുമ്പോൾ കൊച്ചിയുടെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. അയോധ്യയിലും പ്രയാഗ്രാജിലും കാശി വാരണാസിയിലും ഭക്തജന പ്രവാഹം തന്നെയായിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം കൂടുതലും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെ വളരെ കുറച്ചു മാത്രമേ അന്ന് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചുള്ളൂ.
കേരളത്തിലുള്ള ജനങ്ങൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അവിടെ എത്തിയപ്പോഴേക്കും കുംഭമേള ഏകദേശം അവസാനിക്കാറായി. എന്തുകൊണ്ടോ പലർക്കും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാകാതെ പോയി എന്നാണ് തോന്നുന്നത്. ആദ്യമൊക്കെ എനിക്കും ഈ കുംഭമേളയുടെ പ്രാധാന്യം മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് കുംഭമേളയുടെ പ്രാധാന്യം മനസ്സിലായത്. അവിടെ കുംഭമേള നഗരി മുഴുവൻ സെക്ടർ 1, സെക്ടർ 2, സെക്ടർ 3, സെക്ടർ 4 എന്ന് പറഞ്ഞ് പല സെക്ടറുകളായിട്ടാണ് തിരിച്ചിരുന്നത്. ഓരോ സെക്ടറുകളിലും പല പല സംവിധാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എയ്റോപ്ലെയിനിൽ ഞങ്ങൾക്കുള്ള ഭക്ഷണം വന്നു. ഞങ്ങളിപ്പോൾ ബോംബെയിലെത്തി. ബോംബെയിലൂടെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്, എങ്ങനെയാണ് ഈശ്വര ഞങ്ങൾക്ക് ഇങ്ങനൊരു ഉൾവിളി ഉണ്ടായത്? എല്ലാം ദൈവനിശ്ചയമാണെന്ന് അപ്പോൾ തോന്നി. ബോംബെ എയർപോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. വിഗ്രഹങ്ങളും മറ്റുമായി പലതും കാണാനുണ്ട്, ചിത്രപ്പണികളും മറ്റും. ഇതെല്ലാം ബോംബെ എയർപോർട്ടിലെ ദൃശ്യങ്ങളാണ്. ബോംബെയിൽ നിന്നും ലക്നൗവിലേക്കുള്ള അടുത്ത വിമാനം കയറുവാനുള്ള സമയമായി. ഇപ്പോൾ ഞങ്ങൾ ലക്നൗവിൽ എത്തിച്ചേർന്നു. അടുത്ത എപ്പിസോഡ് മുതൽ ലക്നൗവിലെയും അയോധ്യയിലെയും പ്രയാഗ്രാജിലെയും കാശിയിലെയും വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വരും. താങ്ക്